നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വശീകരണ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ വശീകരണ കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ ഉസ്താദ് ഇത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ പണ്ടത്തെ ചാനലുണ്ടായിരുന്ന സമയത്ത് അതിൽ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിരവധിയായ ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവരെ വിചാരം ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതുമാതിരിക്ക് കച്ചവടം കൊണ്ടിരിക്കുന്ന ഏതോ ഒരാൾ എന്നുള്ള രൂപത്തിലാണ് തോന്നുന്നു വിളിക്കുന്നത്. അപ്പോൾ എന്താ വിളിച്ചിട്ട് പറയുന്നതെന്നറിയോ? ഉസ്താദേ, എൻ്റെ പേര് ഇന്നത്, എനിക്കിങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണോ, ഇപ്പം ഞങ്ങൾ അകന്നു പോയി. അവളെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ, ഇനി അതല്ല അവൾ വേറെ ഏതെങ്കിലും വലയപ്പെട്ടു പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റൂല. അതില്ലാതെ എനിക്ക് കഴിയൂല ഉസ്താദേ. ഓ, അങ്ങനെയാ കാര്യം. അപ്പം ഞാൻ വിചാരിക്കും കേൾക്കുമ്പോഴേ, നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ മറ്റേ ലൈല മജ്നുവിനെ പ്രേമിച്ച പോലെ, അല്ല മജ്നു ലൈലേനെ പ്രേമിച്ച പോലെ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണോ. ലൈല മജ്നുവിനെയാണ് പ്രേമിച്ചത്, മജ്നു ലൈലേനല്ല. അല്ലെങ്കിൽ നമ്മൾ പറയും ഈ ഷാജഹാന് മുംതാസിനെ പ്രേമിച്ചു, ഇത് താജ്മഹൽ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ കഥ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ താജ്മഹലിൻ്റെ കഥയും കൂടുതൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. താജ്മഹലിൻ്റെ കഥയും ലൈല മജ്നുവിൻ്റെ കഥയും എന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥയായിരുന്നു സത്യത്തിൽ. അത് എന്തുകൊണ്ടാണ് കെട്ടുകഥയാകുന്നതെന്ന്, ഈ പ്രണയത്തിൻ്റെ കറുത്ത താളുകൾ എന്നും പറഞ്ഞിട്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റേ കറണ്ട് ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലിടക്കാർക്കെങ്കിലും അതിൻ്റെ PDF വേണമെങ്കിൽ 900 റുപ്യോളം വിലയുള്ള പുസ്തകമാണ്. 200 റുപ്യ എന്ന് PDF കൊടുക്കുന്നുണ്ട്. നമ്മളെ സൈറ്റ് ഓപ്പൺ ആയാലേ കൊടുക്കുള്ളൂ. അതിന് മുമ്പേ വേണ്ടവർക്ക് ഗൂഗിൾ പേ അയച്ചിട്ട് വാങ്ങണം. ഇരിക്കട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ വർത്താനം കേട്ടാൽ വിചാരിക്കും ഇയാൾ ഷാജഹാനോ അല്ലെങ്കിൽ മജ്നുവാറ്റാന്ന് അത്രയും ഭ്രാന്തായിപ്പോയി ഞാൻ. അപ്പം ഞാൻ പറയും എന്ത്, മോനെ ഇതൊന്ന് നോക്കാം. നമുക്കറിയാമല്ലോ നോക്കാൻ. എൻ്റെ മറ്റേ അസ്റാറുൽ ഫലക്ക് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞ പോലെ അതിൻ്റെതായ തർത്തീബ് പ്രകാരമേ ഓരോ കണക്കും നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതിന് കുങ്കുമപ്പൂവും റോസ് വാട്ടറും അതുപോലെ തന്നെ അതിൻ്റെ സാഹത്തും രുചിയും ഒക്കെ നോക്കിയിട്ട് യഥാർത്ഥ അറിവുള്ളവർക്ക് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മാതിരിക്ക് അത് നോക്കിയെടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, മോനെ നോക്കാനുള്ള സഫ്രോൺ ടിപ്പ് ഇതെല്ലാം കൂടിയിട്ട് 10-600 റുപ്യ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ ഇനി അതിൻ്റെ സാധനം എത്തിച്ചേരണം എന്ന് പറയും. അന്നേരം ഓൻ പറയാനേ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കും, ഉസ്താദ് അതിനൊന്നും എൻ്റെ അടുത്ത് കാശില്ല, ഞാനൊരാൾക്ക് 12,000 റുപ്യ കൊടുത്തു, എന്നിട്ട് അയാളൊരു ചെറുനാരങ്ങയും ഒരു തകിടും അയച്ചു തന്നു, ഞാൻ 10-30 ദിവസം വെച്ചു. എന്നിട്ടോ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അയാൾക്ക് അയാളൊരു തകിട് തന്നായിരുന്നേ. ആ തകിട് ഞങ്ങളുടെ അടുത്തുള്ള പള്ളിക്കൽ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ അയാൾ പറയുന്നത് ഇത് തമിഴാണ്, അറബിയല്ല എഴുതിയിരിക്കുന്നത്. ഇതെന്താ ചെയ്യാൻ പറ്റുക? അപ്പം ഇത് കേൾക്കുന്നതോട് കൂടിയിട്ട് ഇവനോട് പറഞ്ഞു കൊടുക്കും ഞാൻ, എന്ത് ഇനി ഇന്ന സാധനങ്ങൾ ചിലർ 600 റുപ്യ അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 700 റുപ്യ ഈ സഫ്രോണിൻ്റെ പൈസ അയക്കുമായി അധികം ആൾക്കാർ. അപ്പം ഞാൻ തന്നെ റിസ്ക് എടുത്തിട്ട് സഫ്രോണെല്ലാം മേടിച്ച് ഇവരെ ബാക്കിയുള്ള ഡീറ്റെയിലെല്ലാം ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് അത് നോക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറയും, ഇത് ഇങ്ങനെ ഇവരെ വയസ്സും പ്രായമെല്ലാം കണക്ക് കൂട്ടിയിട്ട് അതിനുള്ള സാധനങ്ങളെ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കും. ഈ സാധനം എത്തിക്കണം കേട്ടോ എന്ന് പറയും. അപ്പം ഇവനെന്താ ചെയ്യാന്നറിയോ, ഉസ്താദേ അതിനെന്നാ കാശ് വരുക? അപ്പോൾ ഞാൻ പറയും, കാശിന് കടയിൽ നിന്ന് അന്വേഷിച്ച് നോക്ക്. പക്ഷേ അതിൽ സഫ്രോൺ ഇത്ര വിലയുണ്ട്, അത്താഴത്തെ റൂമിക്ക് ഇന്ന വിലയുണ്ട്, ഓരോന്നിൻ്റെ വിലയിലെ കൂട്ടിയെടുത്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ, ബാക്കി ഇനി കൂട്ടിക്കോന്ന് പറയും. പിന്നെ ഓന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും വിളിച്ചിട്ട്, ഉസ്താദേ ഞാൻ കണക്ക് കൂട്ടി വെക്കുമ്പോൾ അത് 40,000-40,000 റുപ്യ വരും എന്നാണ് കണക്ക് പറയുന്നത്. അതെയോ? അപ്പോൾ പിന്നെ എന്തെന്ന് ചെയ്യാം? അപ്പോൾ എൻ്റെ അഭിപ്രായം എന്നാ ഞാൻ ഓനോട് ചോദിക്കും,
ഉസ്താദ് ഇത് ഭയങ്കര ചിലവാണ്. മറ്റേയാൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ആളെ വരുത്തി തരും എന്ന് പറയുന്നുണ്ട്. ഇതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല മോനെ, കിതാബ് പറയുന്ന ഗ്യാരണ്ടി അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ഗ്യാരണ്ടിയും ഇല്ല. അന്നേരം ഞാൻ സാധനം വാങ്ങിക്കുന്നതോ? ഞാൻ പറഞ്ഞു ഈ സാധനം വാങ്ങുന്നത് എനിക്ക് പുഴുങ്ങി തിന്നാനൊന്നും അല്ലല്ലോ. അപ്പം എൻ്റെ പൊതുവായിട്ടുള്ള അപ്പം അതോട് കൂടിയിട്ട് ഇവൻ്റെ വശീകരണം സാധിച്ചു. അപ്പം എനിക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വശീകരണക്കാർക്ക് തേച്ചും ഈ സാധനത്തിൻ്റെ വില കേൾക്കുന്നതോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക് വശീകരണം സാധിച്ച് പോകുവാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വശീകരണമൊക്കെ നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടുള്ള പണിയായിരുന്നു. എന്നാൽ തന്നെയാണ് ഇതിൻ്റെ സ്വാഗതവും നുജൂമും ഇവൻ്റെ രാഷ്ട്രീയം അത്താരത്തും എനിക്ക് ഇതെല്ലാം കൂടി നോക്കിയിട്ടെല്ലാം വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അധ്വാനമാണ്. നമുക്കെല്ലാം ഭയങ്കര എന്താ പറയുക പേരുദോഷം ഭയപ്പെടുന്ന ഒരു സംഭവമായിരുന്നു ഈ വശീകരണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം എന്തുണ്ടെന്നറിയോ? വശീകരണം വളരെ സുഖമാണ്. കാരണം റേറ്റ് പറഞ്ഞു കൊടുത്താൽ മതി. എന്തുവാ റേറ്റ്? ഇവൻ്റെ വിചാരം ഇത് മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന മീനാണ് എന്നാ. അത് ശരിക്കും മുതലാക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ? ചില ആൾക്കാരെടുത്ത് പറഞ്ഞു കൊടുക്കും. എന്ത് ആദ്യം പറയും വശീകരണത്തിന് അതിന് ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീ ഒരു 2,600 രൂപ ഇങ്ങ് അയച്ചോ, കാര്യങ്ങൾ ഞാനങ്ങ് റെഡിയാക്കി തന്നേക്കാം. ഈ പാവം വിചാരിക്കും 2,500 ഉറുപ്പ്യ കൊണ്ട് ഇവൻ്റെ കാര്യം എല്ലാം അങ്ങ് മറിഞ്ഞ് കിട്ടിയത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? 2,500 അയക്കുമ്പോൾ പിന്നെ അതിൽ കുറച്ച് തകിടും സാധനങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്, അത് നിനക്ക് അയച്ചു തരാം. അതിന് ഈ ഒരു 18,000 രൂപ ഇങ്ങ് അയച്ചേ. അന്നേരം പിന്നെ വലിയ ഡൗട്ടൊന്നും ഇല്ല. കാരണം എന്തായാലും മറ്റേ ഉസ്താദ് പറഞ്ഞു, ഒറിജിനൽ ഉസ്താദ്മാർ പറഞ്ഞിട്ട് സാധനത്തിന് 10-40 ഉറുപ്പ്യാലും വരുന്നുണ്ടല്ലോ. അപ്പം ഇതാവുമ്പോൾ 18,000 ഉള്ളൂ, കൊടുത്തേക്കാം. അങ്ങനെ ഇവരെന്ത് ചെയ്യോ? ആ 18,000 കൊടുത്തു. പിന്നെ ഉണ്ടാവും 2 ചെറുനാരങ്ങേൻ്റെ മുകളിൽ ചുവന്ന മഷി തേക്കും കേട്ടോ. ഈ ചുവന്ന മഷി തേക്കുന്നതിൻ്റെ ഇക്കുമത്ത് എന്താണെന്നറിയോ? അത് ചോരേൻ്റെ പ്രതീകമാണ് എന്നാ. ഈ ചെറുനാരങ്ങ എന്ന് പറയുന്ന സാധനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് തത്സമാത്തിൻ്റെ ഒരു ഭാഗേ അല്ല. ചെറുനാരങ്ങ കീഴിൽ ഒരു റോളും ഇല്ല. ചെറുനാരങ്ങയും മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്നറിയോ? നല്ല വെയിലുള്ള സമയത്ത് ഇത് പിഴിഞ്ഞിട്ട് ലേശം, അതിൽ ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ ലേശം പഞ്ചസാര, ഷുഗർ ഉള്ളവരാണെങ്കിൽ ലേശം ഉപ്പ് കൂട്ടിയിട്ട് അങ്ങ് കുടിച്ചാലില്ലേ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും. അതല്ലാണ്ട് ചെറുനാരങ്ങയും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനിങ്ങനെ പെട്ട കുറേ മൊയിലാർമാരോട് ചോദിച്ചിനി, അല്ല നിങ്ങൾ ഈ ചെറുനാരങ്ങ എന്തിനാ ഉപയോഗിക്കുന്നത്? അത് എല്ലാവർക്കും ഒരു വിശ്വാസമാണ് ഹിന്ദുക്കൾക്ക്. അങ്ങനെയൊന്നും ഇല്ല. ചെറുനാരങ്ങ ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹിന്ദു മറ്റേ ജ്യോത്സ്യന്മാരും ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചിലർ പിന്നെ എന്താക്കുമെന്നറിയോ? ഇങ്ങനെ ഈ ജ്യോത്സ്യന്മാരും മറ്റേ ഇവരൊക്കെ പറയും വണ്ടിയിലും അതുപോലെ തന്നെ പുതിയ വണ്ടി ഇറക്കുമ്പോഴും വീട്ടിലൊക്കെ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് അതൊക്കെ പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും. അത് പറഞ്ഞപ്പോൾ എനിക്ക് രസകരമായ മറ്റൊരു കഥ ഓർമ്മ വരുന്നത്, ഏതോ ചങ്ങായി ഒരു ബുള്ളറ്റോ എന്തൊരു വണ്ടി എടുത്തിട്ട് ഹൈമിലേക്ക് ഇത് കയറ്റി വേണ്ടിയിട്ട് അത് ശ്രമിച്ചാൽ ഒരു ഷോറൂമെന്ന്. എന്നിട്ട് വണ്ടി അങ്ങ് ഓടിച്ചിട്ട് ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഇടിച്ച് വീണ് വണ്ടിയും ജോലിയെല്ലാം കൂടിയിട്ട് പണി കഴിഞ്ഞ ഒരു വീഡിയോ പണ്ട് കാണാനിടയായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുനാരങ്ങയ്ക്ക് ഈ അറബി തത്സമാത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള വിശ്വാസക്കാരവരല്ലേ തീരുമാനിക്കുക, ഞാനല്ലല്ലോ. അറബി തത്സമാത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു എന്താ പറയുക പിന്നെ ഉപയോഗവും ഇല്ലാത്തൊരു സംഭവം എന്ന് മാത്രമേ അതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. മനസ്സിലായില്ലേ? ഇതിൽ യാതൊരു കഥയും കൈതിയും ഇല്ല. അപ്പോൾ അതാണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ പൈസ മുടക്കുമ്പോൾ ഏറ്റവും നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ പൈസ അങ്ങ് കേട്ടാൽ മതി. ചിലരെ ഡോക്ടർമാരെ അടുത്ത് നമ്മൾ പോയിട്ട് ഈ മരുന്നിൻ്റെ ലിസ്റ്റ് വാങ്ങും. അത് കൊടുത്തിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചിലർ പറയാറുണ്ട്, ആ മെഡിക്കൽ ഷോപ്പിലെ ബില്ല് കേട്ടപ്പോൾ എൻ്റെ സുക്കട അങ്ങ് മാറിപ്പോയി. നമ്മൾ ചിലരോട് പറയുമല്ലോ, ഇങ്ങോട്ട് വാ എൻ്റെ സുക്കടയെ മാറ്റിത്തരാന്ന് എന്ന് പറയും പോലെ ഇതൊക്കെ കേൾക്കുന്നതോട് കൂടിയിട്ട് അവൻ്റെ സുക്കടങ്ങ് മാറും. അപ്പോൾ ലൈല മജ്നൂൻ്റെയോ അല്ലെങ്കിൽ മറ്റേ മുംതാസിൻ്റെ ഷാജഹാൻ്റെയോ പ്രേമമൊന്നുമല്ല, ഇവർക്ക് ഇതങ്ങ് കേൾക്കുമ്പോഴത്തേക്ക് നടക്കേണ്ട പ്രേമം മാത്രമായത്. അപ്പം പൊതുവേ ഉള്ള വെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
വശീകരണത്തിന് വരുന്ന ആൾക്കാരെ ഇവൻ്റെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ഇതെന്തോ കച്ചവടത്തിന് വേണ്ടി വെച്ചൊരു സാധനമാണ്, പെട്ടെന്ന് അങ്ങ് നടക്കുമെന്നാണ് ഇവൻ്റെ എല്ലാം വിചാരം. പടച്ചോ കാക്കട്ടെ, ഇവനെ കിട്ടുള്ള പൈസ തേച്ചും കൊണ്ടുപോയിട്ട് കണ്ടവർക്ക് കൊടുക്കും, ഒരു കാര്യമായിട്ട് നടക്കുകയില്ല. അതിനെ പറ്റിയിട്ട് ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറേ വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.